എന്നെ അവര് നിർബന്ധിക്കണു. ആര്? സീരിയലിന്റെ ആൾക്കാര്. സീരിയലിന്റെ ആൾക്കാരോ? അവരെങ്ങനെ നിന്നെ നിർബന്ധിക്കണത്? എന്നോട് വന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? അഭിനയിക്കാമോന്ന്. എന്ത്? അഭിനയിക്കാമോന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? കനകനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സീരിയലിന്റെ ആൾക്കാർ ഇവിടെ വന്നാ? എങ്ങനെ കാണിച്ചാല് വന്നോ ഇല്ലാന്നോ? ഒരാള് വന്നു. എന്താന്ന് പറ. അവരെന്നെ നിർബന്ധിക്കുന്നു. എന്തിന് സീരിയലിൽ അഭിനയിക്കാനോ? എന്റെ തലക്കണർ തന്നാലുണ്ടോ ഞാൻ? സീരിയലിൽ അഭിനയിക്കാൻ പോവാ അമ്മ സമ്മതിക്കോ? ഞാൻ സമ്മതിക്കോ? സമ്മതിക്കില്ല. സാർ, ഈ കണക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ? നിങ്ങളൊരു കണക്കധ്യാപികയല്ലേ? അതെ, പക്ഷെ ഞങ്ങള് സെൻട്രൽ സ്കൂളിലെ ടീച്ചേഴ്സ് ഒന്നും ഇങ്ങനെ കണക്ക് ചെയ്ത് കാണിക്കാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുത്തുവിടും. അവരത് പാരന്റ്സിനെ കൊണ്ട് കാണിക്കും. പാരന്റ്സ് അത് ഏതെങ്കിലും ട്യൂഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ സാറന്മാരെ കൊണ്ടോ അതിന്റെ ആൻസേഴ്സ് തിരിച്ചു കൊടുത്തുവിടും. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ടീച്ചറുടെ സ്കൂളിന്റെ പേരാ? ഷേർഷാ സെൻട്രൽ സ്കൂൾ. ഓ, നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മഹാകാവ്യം ഏതാണെന്നൊരു ചോദ്യം കുട്ടിയെടുത്ത് കൊടുത്തുവിട്ടത്? അവരതുകൊണ്ട് രക്ഷിതാക്കളെടുത്ത് ചെന്ന് രക്ഷിതാക്കള് മലയാളം അധ്യാപകരായിട്ടുള്ള ആളുകളെടുത്ത് മുഴുവൻ പോയി ഈ സ്കൂളിലും വന്നു. ഇതല്ലേ നിങ്ങളുടെ സ്കൂള്? സാറേ, ഞാൻ പോവാ. ഇനി ഇരുന്നാ ശരിയാവില്ല. എന്നാ ടീച്ചർ പോയിക്കോളൂ. പഠിക്കാനുള്ള മൂടങ്ങാട് പോയി. നിങ്ങൾ ചെയ്യും. ഓളിപ്പോ പറയുമ്പോ എന്താ മുണ്ടാണ്ടിരിക്കുന്നുണ്ടോ? എന്റെ മൂത്ത മകല്ലേ അംസു. അംസുവിന്റെ മൂത്ത കുട്ടറ പ്രായമുള്ളപ്പോ ഓള് പറയുമ്പോ ദേഷ്യൊന്നും പറ്റില്ല, തമാശ തോന്നുന്നു. ഇത് ബോഡി ഷേമിംഗ് ആണ്. നിന്റെ ബോഡി ചെറുതാണ്, നിന്റെ ചെറുതാക്കി കാണാതെ ബോഡി ഷേമിംഗ് ആണ് അയാൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ചെയ്തേ? നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ ബോഡി ഷേമിംഗ് ചെയ്തു പബ്ലിക് ആയിട്ട്. ഞാനോ? എന്താ ഈ കുട്ടി ഉണ്ടാക്കി പറഞ്ഞ? എന്താ പറഞ്ഞു? വളരെ തർക്കമില്ലാതെ എന്താ ബോഡി ഷേമിങ്? കോയക്ക, നിങ്ങളൊരു മഹാവൃത്തികെട്ട ഒരു എന്താണ് നികൃഷ്ട ജീവി. അതെ, നിങ്ങളൊരു മഹാവൃത്തികെട്ട നികൃഷ്ട ജീവിയാണ്. ഇതിനകത്ത് ഉണ്ടാക്കി പറയുന്നിട്ട പൊന്നാരപ്പോൾ എന്താ നികൃഷ്ട ജീവി? ഞാനോ? എന്റെ മോത്തോക്കിട്ട് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. ഇതിപ്പോ നാളെ അങ്ങോട്ട് കഴിയൂട്ടോ. ഞാൻ കണ്ണി കണ്ടൊക്കെ ചെയ്തു പറഞ്ഞപ്പോ എന്റെ വീട്ടുകാരെന്നെ കേട്ടില്ല. അവിടെ എന്താ പറഞ്ഞേ? കുട്ടി പറഞ്ഞത് ശരിയല്ല. സംഭവത്തിന്റെ അയൽവാസിയാ, അയാളുടെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല എന്ന് കരുതിട്ട് അയാൾ എങ്ങനെ പറയാൻ പാടില്ല. എന്താ എന്റെ സ്വഭാവത്തിന് കുഴപ്പം? ഞാൻ പറയാതിരിക്കാല്ലേ. എന്നിട്ട് പറയണ്ട. അതെ, ഈ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കി എന്തൊക്കെ പറഞ്ഞേ? Did I go on your family? Did I body shame you? You body shame me, you bet on my family, you are a bloody hypocrite! എന്ത് വർത്താനമാണ് കോയിക്ക? അതിനെന്തെങ്കിലും പറ്റിയാലോ? ഞാൻ എന്ത് പറഞ്ഞു? തൃപ്തിയല്ല.